അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നാളെ 7ാം ക്ലാസ്സുകാർക്ക് തജ്വീദിൻ്റെ പരീക്ഷയാണ്. എല്ലാവരും നന്നായി പഠിക്കുക. വേൾഡ് കപ്പിൽ ലയിച്ചു പോയിട്ട് നിങ്ങളുടെ നാളത്തെ പരീക്ഷ ആരും കോളാക്കരുത്. അപ്പോൾ നാളത്തെ തജ്വീദ് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, മുസ്ഹഫിൻ്റെ കോപ്പികൾ പകർത്തി എഴുതാൻ വേണ്ടി നേതൃത്വം വഹിച്ചു. ആരാണ് നേതൃത്വം വഹിച്ചത്? സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അടുത്തത്, ജംഉൽ ഖുർആൻ നടന്നപ്പോൾ ഖലീഫ ആരായിരുന്നു? ഭരണാധികാരി ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഉത്തരം. അടുത്ത, ഷെയ്ഖുൽ ഖുറാ, ഓത്തുകാരുടെ നേതാവ്, അവരുടെ ഷെയ്ഖ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആസിം റളിയല്ലാഹു അൻഹു. 4, ആസിം റളിയല്ലാഹുവിന്റെ ഖിറാഅത്ത് റിപ്പോർട്ട് ചെയ്ത ആരാണ്? ഹഫ്സ് റളിയല്ലാഹു അൻഹു. 5, ഹാഫിളുകൾ മരണപ്പെട്ടാൽ വരും തലമുറക്ക് ഖുർആൻ ലഭിക്കില്ലെന്ന ആശങ്ക പങ്കുവച്ചു ആര്? ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത ഉത്തരം എഴുതാം. സിഫത്ത് എന്നാൽ എന്ത്? എന്താണ് സിഫത്ത് എന്ന് പറഞ്ഞാൽ? അക്ഷരങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദ സ്വഭാവങ്ങൾക്ക് സിഫത്ത് എന്ന് പറയുന്നു. അവിടെ ഇത്തരം എന്നൊക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്യുക, അതൊന്നും വേണ്ട, പറയുന്നൊന്നും വേണ്ട. എന്താണ്? അക്ഷരങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദ സ്വഭാവങ്ങൾ, അതാണ് എന്ത്? സിഫാത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അടുത്ത ചോദ്യം, അൽ ലഹ്നുൽ ജലിയു എന്ന് പറയുന്ന എന്തിന്? എന്താണ് ലഹ്നുൽ ജലിയു പറഞ്ഞാൽ? ഖുർആനിൻ്റെ ആശയവും വാക്യഘടനയും മാറിപ്പോകുന്ന രൂപത്തിൽ പാരായണത്തിൽ വരുന്ന പിഴവുകൾക്കാണ്, അഥവാ ആ തെറ്റുകൾക്കാണ് എന്ത് പറയുക? ലഹ്നുൽ ജലി എന്ന് പറയുന്നത്. അത് പഠിച്ചു. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ എഴുതി വെച്ചത് എവിടെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഖുർആനൊക്കെ എഴുതി വെച്ചത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലുകളിലും തോലുകളിലും പിന്നെ കല്ലുകളിലും. 3 സ്ഥലം. ഏതൊക്കെ? എല്ല്, കല്ല്, തോല്. പഠിച്ചില്ലേ? എല്ലുകളിലും തോലുകളിലും കല്ലുകളിലും. അടുത്ത ചോദ്യം, ജംഉൽ ഖുർആൻ എന്ന് പറയുന്നു എന്നാൽ എന്ത്? ജംഉൽ ഖുർആൻ എന്നാൽ എന്ത്? അപ്പോ അതിന് ഒരു വിശാലമായ ഉത്തരപ്പെടുള്ളത് ഞാൻ ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ്? ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ചുമതലപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അവസാനമായി ജിബ്രീൽ അലൈഹി സ്വലാമിനെ ഓതി കേൾപ്പിച്ച ക്രമത്തിൽ ആയത്തുകളും സൂറത്തുകളും ക്രമപ്പെടുത്തി ക്രോഡീകരണം പൂർത്തിയാക്കി. ഇതിനാണ് ജംഉൽ ഖുർആൻ എന്ന് പറയും. ഇതെല്ലാം കൂടി അവിടെ എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം. എങ്ങനെ? മുസ്ഹഫ് ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചതിനാണ് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നത്. ഇനി അതിലേക്ക് ഇതും കൂടി കൂട്ടിയാൽ ഒന്നും കൂടി ഭംഗിയായി. എന്ത്? ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ച ക്രമത്തിൽ ആയത്തുകളും സൂറത്തുകളും ക്രമപ്പെടുത്തി ഖുർആൻ ക്രോഡീകരിച്ചതിനാണ് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നത്. അങ്ങനെയും കൂടി വിശദീകരിച്ച് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. എങ്ങനെ? ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചതിനാണ് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നത്. അടുത്തത്, അൽ ലഹ്നുൽ ഖഫി എന്ന് പറയുന്നത് എന്തിനാണ്? അപ്പോൾ 2 തരം പിഴവുകളുണ്ട്, ലഹ്നുൽ ജലിയും ലഹ്നുൽ ഖഫിയും. ലഹ്നുൽ ജലി നേരത്തെ നമ്മൾ പഠിച്ചു. ലഹ്നുൽ ഖഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരങ്ങളുടെ സിഫത്തിലോ ഉന്നത്ത്, മദ്, ഫറഈ പോലെയുള്ള തജ്വീദ് നിയമങ്ങളിലോ വരുന്ന പിഴവിനാണ് അൽ ലഹ്നുൽ ഖഫി എന്ന് പറയുന്നത്. അപ്പൊ അക്ഷരങ്ങളുടെ സിഫത്തിലോ ഉന്നത്ത്, മദ് പോലെയുള്ള തജ്വീദ് നിയമങ്ങളിലോ വരുന്ന പിഴവ്, അതിനാണ് ലഹ്നുൽ ഖഫി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഹഫ്സ് റളിയല്ലാഹുവിന്റെ സനദ് എഴുതാം. അതായത് ഹഫ്സ് റളിയല്ലാഹു അൻഹു തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ആ പരമ്പര, അതാണ് ഇവിടെ ചോദിച്ചത്. അവിടെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി തങ്ങളിൽ നിന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പിന്നെ അലി റളിയല്ലാഹു അൻഹു, പിന്നെ ആരാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇത്രയും സ്വഹാബികൾ നബി തങ്ങളിൽ നിന്ന് കേട്ടു. എന്നിട്ടോ അവരിൽ നിന്ന് ആര് കേട്ടു? അബൂ അബ്ദുറഹ്മാൻ ഹബീബുസ് സുലമി റളിയല്ലാഹു അൻഹു ആണ് ഇവരിൽ നിന്ന് കേട്ടത്.
ഇവരിൽ നിന്ന് അബു അബ്ദുറഹ്മാൻ ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു ആര് കേട്ടു? ഇമാം ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു കേട്ടു. ആസിം റളിയല്ലാഹു അൻഹു ആര് കേട്ടു? ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു കേട്ടു. ഓക്കെ, ഇതാണ് അതിന്റെ സനദ്. അപ്പൊ ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു തന്നിട്ടുണ്ട്, ബാക്കിയുള്ളതാണ് പൂരിപ്പിക്കേണ്ടത്. അടുത്ത് പൂരിപ്പിക്കാം. നിസ്കാരത്തിൽ ഖൗലിയായ റുക്നുകൾ ഡാഷ് സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാകും. ആ ഏത് പിഴവാണെന്നാ ചോദിക്കുന്നത്. രണ്ടു തരം പിഴവുണ്ടല്ലോ, ഏതാണ്? ലഹ്നുൽ ജലിയ്, അതാണ് കുറച്ച് സ്ട്രോങ് ആയ പിഴവ്. അപ്പോൾ നിസ്കാരം ബാത്തിലായി പോകുന്ന പിഴവ് ഏതാണ്? അല്ലഹ്നുൽ ജലിയാണ് കേട്ടോ, ലഹ്നുൽ ജലിയ്. അടുത്തത് 5 സിഫത്തുകൾ എഴുതാം. അപ്പൊ സിഫത്തുകൾ പഠിക്കണമെങ്കിൽ അത് അതുപോലെ കാണാതെ പഠിക്കണം നിങ്ങൾ. സിഫത്ത് ഏതൊക്കെ ഉള്ളത്? ഹംസ്, ഇസ്തിഅലാ, ഖൽഖല, ഷിദ്ദ, എന്താണ്? ഇസ്തിഫാല്, സൊഫീർ, റിഹ്വ, ഇത്ബാഖ്, തഖരീർ. ഇതിൽ നമ്മൾ കൽക്കല പണ്ട് പഠിക്കുന്നതാണ്. അപ്പൊ കൽക്കല ഓർമ്മ ഉണ്ടാവണം, ഇസ്തിഅലാ ഓർമ്മ ഉണ്ടാവണം, ഷിദ്ദത്ത് അത് ശ്രദ്ധ ചെയ്യുക. അപ്പോൾ ഇത് മൂന്നും പഠിക്കാൻ എളുപ്പമാണ്. ഷിദ്ദത്ത്, ഇസ്തിഖലാ, കൽക്കല. പിന്നെ റിഹ്വ, ഇത്ബാഖ്, തഖരീർ. അതിൽ ഏതെങ്കിലും എത്ര എഴുതാനാ പറഞ്ഞത് നിങ്ങളോട്? 4 എഴുതാൻ, 5 എഴുതാനാ പറഞ്ഞത്. മനസ്സിലായോ? അടുത്തത് 2 വീതം എഴുതാം. മുസ്ഹഫ് ഉസ്മാനി അയച്ച സ്ഥലങ്ങൾ നമ്മളെ പുസ്തകത്തിൽ ചുവപ്പ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഉസ്മാനി മുസ്ഹഫ് അയച്ച സ്ഥലങ്ങൾ? മക്ക, മദീന, കൂഫ, ബസറ, യമൻ. പഠിച്ചില്ലേ? മക്ക മദീന ആദ്യം ഓർത്തു വെച്ചോ, മക്ക മദീന. പിന്നെ കൂഫ, ബസറ, യമൻ. അടുത്ത ചോദ്യം, കൂഫക്കാരനായ കാരികൾ. അപ്പൊ കൂഫക്കാരായ കാരികളുടെ പേര് എഴുതാനാ പറയുന്നത്. കൂഫക്കാരായ 3 കാരികളുടെ പേര് നമ്മളെ പുസ്തകത്തിലുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഇതിൽ കൂഫി എന്ന് വരുന്നതാണ് കൂഫക്കാര്. ഒന്ന് ഇമാം ആസിം റളിയല്ലാഹു അൻഹു അൽ കൂഫി, കണ്ടോ? അപ്പൊ ഇത് കൂഫക്കാരിയാണ്. അടുത്ത ഇമാം ഹംസത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം അൽ കിസാഇ അൽ കൂഫി റളിയല്ലാഹു അൻഹു. 3 കൂഫി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ കൂഫക്കാരാണ്. അപ്പൊ ആ 3 2 പേരെഴുതിയാൽ മാർക്കായി. അപ്പൊ ഇതാണ് നമ്മുടെ താരീഖിന്റെ മോഡൽ ചോദ്യപേപ്പർ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ.